Once again, all of you, welcome back to my YouTube channel. My name is Adra. So today we are going to discuss the second chapter of CBSE class 7th students, and our chapter name is physical and chemical changes, and our today's topic is rusting of iron. Okay, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റെസ്റ്റിംഗ് ഓഫ് അയൺ ആണ്. റെസ്റ്റിംഗ് ഓഫ് അയൺ എന്നൊരു ടോപ്പിക് നമ്മൾ ഇതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്റ്റഡിയാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം റെസ്റ്റിംഗ് ഓഫ് അയൺ മീൻസ് എന്താണ്? ഇരുമ്പ് തുരുമ്പിക്കുക, അതാണ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റെസ്റ്റിംഗ് ഓഫ് അയൺ ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ റെസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത്. ഇരുമ്പ് തുരുമ്പിക്കുന്നത് എല്ലാ വീട്ടിലും നിത്യമല്ല, നമ്മൾ ഡെയിലി കാണുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ ഇരുമ്പ് തുരുമ്പിക്കുക എന്നൊരു പ്രോസസ്സ്. കാരണം നമ്മുടെ വീട്ടിലുള്ള ഇരുമ്പ് കുറച്ച് നേരം വെളിയിൽ ഇപ്പം നമ്മൾ തലേന്ന് ഇട്ട് മറന്നുപോയി പിറ്റേന്ന് എടുക്കുകയാണെങ്കിൽ പോലും അതിനകത്ത് ഒരു ബ്രൗണിഷ് കോട്ടിങ് കാണാൻ പറ്റും. അതെന്താണ്? റെസ്റ്റ് ആണ്, മീൻസ് തുരുമ്പാണ്. അപ്പൊ നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടൊരു പ്രോസസ് ആണ് എന്തെന്ന് റെസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത്. അപ്പൊ റെസ്റ്റിംഗ് ഓഫ് അയൺ അതിനൊരു ഇക്വേഷൻ നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? അയൺ പ്ലസ് ഓക്സിജൻ പ്ലസ് വാട്ടർ. ഓക്കെ, വാട്ടർ വേപ്പർ. വാട്ടർ ഇവിടെ നമ്മൾ വേപ്പർ ഫോമിലാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് എന്ത്? റെസ്റ്റ് എന്ന് പറയുന്നത്. ഈ റെസ്റ്റ് അതിന് നമുക്ക് അയണിന്റെ സിമ്പിൾ എന്താണ്? Fe. അത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഇവിടെ എന്തുണ്ട്? വാട്ടർ വേപ്പറിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന വസ്തുവാണ് റെസ്റ്റ്. റെസ്റ്റിന്റെ ഫോമിലാണ് Fe2O3 എന്ന് പറയുന്നത്. ഈ Fe2O3 ആണ് നമ്മൾ എന്താന്ന് പറയുന്നത്? റെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം റെസ്റ്റിംഗ് നടക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഓക്സിജനും വാട്ടർ വേപ്പറിന്റെയും പ്രസൻസ് ഉണ്ടായിരിക്കണം, അല്ലെ? ഓക്സിജനും വാട്ടർ വേപ്പറും ഉണ്ടെങ്കിലാണ് എന്ത് നടക്കുന്നത്? റെസ്റ്റിംഗ് നടക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നിനെ അവിടെ നമ്മൾ അതിന്റെ ഒരു പ്രസൻസ് ഇല്ലാതാക്കുകയാണെങ്കിൽ എന്ത് നടക്കില്ല? റെസ്റ്റിംഗ് നടക്കില്ല. ഇനി ഇതിന്റെ ഏതിന്റെയെങ്കിലും എമൗണ്ട് കൂടിയാൽ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ക്വാണ്ടിറ്റി കൂടിയാൽ എന്ത് ചെയ്യും? റെസ്റ്റിംഗിന്റെ എമൗണ്ട് എന്താകും? അല്ലെങ്കിൽ റെസ്റ്റിംഗിന്റെ ആ ഒരു റേറ്റ് എന്ത് ചെയ്യും? ഫാസ്റ്റർ ആയിട്ട് നടക്കും, അല്ലെ? ഈ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഹ്യൂമിഡിറ്റി കൂടുന്നതിനനുസരിച്ച് റെസ്റ്റിംഗിന്റെ റേറ്റും എന്താവും? ഫാസ്റ്റർ ആയിട്ട് നടക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? റെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടൊരു വസ്തുവല്ല, നമ്മൾക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് റെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇരുമ്പ് തുരുമ്പിക്കാൻ പറയുമ്പോൾ നമുക്ക് ഗുണമൊന്നുമില്ല, നമ്മൾക്ക് എന്താണ്? പണം നഷ്ടമാക്കുന്ന ഒരു പ്രക്രിയയാണ് എന്താ പറയുന്നത് ഈ റെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത് പ്രിവെന്റ് ചെയ്യാനും നമ്മുടെ ഒരു ആവശ്യമായത് കൊണ്ട് തന്നെ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും, ഇരുമ്പിന്റെ വസ്തുക്കളെല്ലാം എന്ത് ചെയ്യുന്നു? നമ്മൾ പെയിന്റ് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ റെസ്റ്റിംഗ് എന്ന പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഒരു അയണിന്റെ ഏതെങ്കിലും ഒരു വസ്തുവിനകത്ത് നമ്മൾ പെയിന്റ് കോട്ട് ചെയ്തു എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ആ അയണിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് ആയിട്ട് ഓക്സിജനും വാട്ടർ വേപ്പറും ആയിട്ട് ഒരു കോണ്ടാക്റ്റിൽ വരുന്നില്ല. ആ കോണ്ടാക്റ്റിൽ വരാത്തത് കൊണ്ട് തന്നെ അവിടെ എന്ത് പ്രിവെന്റ് ചെയ്യാണ്? റെസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം പെയിന്റിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്തിന്റെ റേറ്റ് കുറയ്ക്കുന്നു? റെസ്റ്റിംഗിന്റെ റേറ്റ് കുറയ്ക്കുന്നു. അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റെസ്റ്റിംഗിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പെയിന്റിംഗ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു മെത്തേഡ് ഉണ്ട്. സിങ്ക് എന്ന് പറയുന്നത് ഒരു മെറ്റൽ തന്നെയാണ്, അയൺ എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സിങ്കിന്റെ ചെറിയൊരു ലെയറിന്റെ ഒരു കോട്ടിങ് നമുക്ക് എവിടെ കൊടുക്കാം? അയൺ ആർട്ടിക്കിൾസിൽ കൊടുക്കാൻ സാധിക്കും. അതായത് ഇരുമ്പ് വസ്തുക്കളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഗാൽവനൈസേഷൻ. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് എന്താണ്? ഗാൽവനൈസേഷൻ. അപ്പൊ ഗാൽവനൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? The process of applying a thin layer of zinc on iron articles. Okay, the process of applying a thin layer of zinc on iron articles are known as ഗാൽവനൈസേഷൻ. അപ്പം ഒരു തിൻ ലെയർ, സിങ്ക് എന്ന മെറ്റലിന്റെ ഒരു തിൻ ലെയർ നമ്മൾ എന്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു? അയൺ ആർട്ടിക്കിൾസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ്? ഈ വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെള്ളം കൊണ്ടുവരുന്ന പൈപ്പിലെ ആ പൈപ്പൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഗാൽവനൈസ്ഡ് ആയിട്ടുള്ള പൈപ്പാണ്. കാരണം അതിനകത്ത് എന്തിന്റെ കോട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്? സിങ്ക് മെറ്റലിന്റെ ഒരു കോട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കോട്ടിംഗ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്? അവിടെ റെസ്റ്റിംഗ് എന്നുള്ള പ്രോസസ് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? പ്രിവെന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്, അല്ലെ? സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തില്ല? തുരുമ്പ് എന്നൊരു പ്രക്രിയ അവിടെ എന്ത് ചെയ്തില്ല? നടക്കത്തില്ല, അല്ലെ? അപ്പം ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാല് അതിനകത്ത് ഏതൊക്കെ കണ്ടന്റ് ഉണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? അപ്പം അതിനകത്ത് ഒന്ന് എന്ത് തന്നെയാണ്? അയൺ ഉണ്ട്. അത് കൂടാണ്ട് കാർബൺ എന്ന് പറയുന്നത്, കാർബൺ എന്തല്ല? മെറ്റൽ അല്ല, അതൊരു നോൺ മെറ്റൽ ആണ്. അത് കൂടാണ്ട് നമ്മൾ അതിനകത്ത് മറ്റു കുറച്ച് മെറ്റൽസിനെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? സ്റ്റെയിൻലെസ് സ്റ്റീല്
പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മറ്റ് മെത്തേഡ്സ് ആണ് ക്രോമിയം, നിക്കൽ, മാംഗനീസ്. ഓക്കെ, ക്രോമിയം, നിക്കൽ, മാംഗനീസ് കൂടാണ്ട് കാർബണും അയണും ഇതെല്ലാം കൂടെ ചേർന്ന ഒരു മിക്സ്ചർ ആണ് എന്താന്ന് പറയുന്നത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് പ്രോസസ്സ് നടക്കുന്നില്ല, റസ്റ്റിംഗ് എന്നൊരു പ്രോസസ്സ് നടക്കുന്നില്ല. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഷിപ്പ് ഉണ്ടല്ലോ, അപ്പം ഇതിന്റെ ഒരു ഭാഗം എപ്പോഴും എന്തായിരിക്കും, ഈ വെള്ളത്തിലായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, റസ്റ്റിംഗിന്റെ റേറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ആ ഒരു മേഖലയിൽ നമ്മൾക്ക് ഒരുപാട് പൈസ എന്താവുന്നുണ്ട്, ചെലവാകുന്നുണ്ട്. പക്ഷെ അത് മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രിവെന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് എപ്പോഴും എന്തിൽ തന്നെയാണ്, വാട്ടറുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു റെസ്റ്റിംഗ് അവിടെ നടക്കുക തന്നെ ചെയ്യും. അപ്പം ഇത്രയേ ഉള്ളൂ റെസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അയൺ എന്ത് ചെയ്യുന്നു, അയണിന്റെ വസ്തുക്കളെല്ലാം തന്നെ ഓക്സിജനും വാട്ടർ വേപ്പറുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയാണെങ്കിൽ തങ്ങളിൽ റിയാക്ട് ചെയ്ത് പുതിയൊരു പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. അതിനെ പറയുന്ന പേരാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. റെസ്റ്റിന്റെ ഫോർമുല അല്ലെങ്കിൽ അതിന് ഒരു മോളിക്കുലാർ ഫോർമുല ഉണ്ട്, അതാണ് Fe2O3. റെസ്റ്റിന്റെ മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, Fe2O3 എന്നതാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. ആ റിയാക്ഷൻ എങ്ങനെയാ പറയുന്നത്, അയൺ പ്ലസ് ഓക്സിജൻ പ്ലസ് വാട്ടർ വേപ്പർ. വാട്ടർ ഇവിടെ ഏത് ഫോമിലാണ് റിയാക്ട് ചെയ്യുന്നത്, വേപ്പർ ഫോമിലാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന പുതിയ പ്രോഡക്റ്റ് ആണ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഈ റെസ്റ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്, ഒന്നുകിൽ നമുക്ക് പെയിന്റിംഗ് നടത്താം, അല്ലെങ്കിൽ ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം, അതും അല്ലെങ്കിൽ ഗാൽവനൈസേഷൻ എന്നൊരു പ്രോസസ്സ് നടത്താൻ സാധിക്കും. ഈ പ്രോസസ്സിലെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്, ഓക്സിജനും വാട്ടർ വേപ്പറുമായിട്ടുള്ള അയൺ ആർട്ടിക്കിൾസിന്റെ ഡയറക്റ്റ് കോണ്ടാക്ടിനെ എന്ത് ചെയ്ത് വെക്കാണ്, പ്രിവെന്റ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ഈ പ്രോസസ്സിലെല്ലാം ചെയ്യുന്നത്. ഇത്രയും മാത്രമാണ് റെസ്റ്റിംഗ് എന്നൊരു ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത കണ്ടന്റുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.